എന്താണ് കൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് കൃഷ്ണനെ കുറിച്ച് അറിയോ? കയ്യിലെന്തിനാ എത്തിയെന്നറിയോ? ഇതിപ്പോ വാതിലടച്ച് ഇറങ്ങുമ്പോ എന്നെ ഒറ്റക്കിട്ട് പോകാനോ ഞാനെന്റെ പറഞ്ഞിട്ടാണ് കയ്യിൽ കയറിയത്. ഇപ്പൊ 5.5 വർഷമായി കയ്യിലായിട്ട്. അതെ, ചെന്നൈയിലെ വീട് ഇപ്പൊ എന്നെ ഇവിടെ ഗുരുവായൂരിൽ താമസിപ്പിക്കലായി. പിന്നെ ഓരോ ദിവസം ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അല്ലേ? അതെ, വീഡിയോ കണ്ട് വൈറലായിരുന്നു. അതെ, കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ വീട് അടച്ചിട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു എന്നെ ഒറ്റക്കിട്ട് പോകാനോ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കയറിയത്. പക്ഷെ അപ്പൊ അത്ര ചൈതന്യം അറിയില്ല. വാക്കാണ് പറഞ്ഞത് എന്നെ ഒറ്റക്കിട്ട് പോകാനോ ഞാനുണ്ടെന്ന്. അതിന്റെ ആ ശബ്ദമാണ് പുറത്ത് കേട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആ ഒരു വീഡിയോ എന്റെ ഒരു പെങ്ങള് കാണിച്ചപ്പോഴാണ് കാണുന്നത്. ഇന്നിപ്പോ ഞാൻ കാണുന്നു, ഒട്ടും തന്നെ പ്രതീക്ഷ ഭാഗ്യത്തിന് കാണിച്ചതാണ് ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം. തീർച്ചയായിട്ടും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതെ, അവന്റെ അനുഭവങ്ങൾ എന്ന് പറയാന്ന് വെച്ചാല് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങള് ഭക്ഷണത്തിന് ക്യൂല് നിൽക്കായിരുന്നു. കാരണം കുറെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എവിടെ നിന്നാലും കണ്ണന്റെ കാര്യങ്ങള് പലരും ചോദിക്കും, കുറെ കണ്ണന്റെ കഥകൾ കുറെ പറയും. എല്ലാം പറഞ്ഞ് ഇങ്ങനെ നിന്നു. കുറച്ചു ദൂരം വന്നപ്പോഴേക്കും ഈ ഭക്ഷണം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല. അതെ അതെ. അപ്പോ കുട്ടികളെ പറഞ്ഞു, അയ്യോ ഭക്ഷണം കിട്ടിയില്ല, എന്നാലും കണ്ണന്റെ കുറെ കാര്യങ്ങൾ വയറിനറിയാൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സംസാരിച്ച്. അതെ അതെ, സംസാരിച്ച് ഞങ്ങളിങ്ങനെ തിരിയാണ്. അപ്പൊ ഒരു പറയാച്ച കുചേലന്റെ പോലെ ഒരു മെലിഞ്ഞ ഒരാള് ഒരു പാത്രം നിറയെ പായസം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങൾ എന്താ പറയുന്നത്, നന്ദി ഒന്നും കേട്ടില്ല. ചോദിക്കുക, അയാൾ തരും പോക്കും കഴിഞ്ഞു. അങ്ങനെ ഞങ്ങക്ക് പായസം കിട്ടി. എല്ലാവർക്കും ഭക്ഷണം കിട്ടാത്ത എല്ലാവർക്കും ഞങ്ങൾ ആയിരിക്കാം എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തു. ഭക്ഷണം കിട്ടാതെ പോയ എല്ലാവരും വിളിച്ചിട്ട് കുറച്ച് പായസം കൊടുത്തു. എന്നിട്ട് അങ്ങനെ നടന്ന് നീങ്ങി. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനം പറയുന്നതായിരിക്കും ഞാനിങ്ങനെ പറയായിരുന്നു, ഭഗവാൻ ഇപ്പോ ആ ഉള്ളിൽ മാത്രം, നാലമ്പലത്തിന്റെ ഉള്ളിൽ മാത്രമല്ല ഉണ്ടാവുക. ഉച്ചപൂജ കഴിഞ്ഞ് അലങ്കരിച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ നടുക്ക് കൂടെ ഒക്കെ ഇവിടേക്ക് കളിക്കുന്നുണ്ടാവും. നമ്മളല്ലാതെ അവിടെ മാത്രമല്ല ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ നമ്മളിപ്പോ നടുക്കിലൊക്കെ ഉണ്ടാവും, കണ്ണൻ ഓടിക്കളിക്കുന്നുണ്ടാവും എന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ട് എന്റെ ബാഗിൽ നിന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോണിൽ നിന്ന് ഒരു ഗുരുവായൂരപ്പന്റെ പാട്ട്. അപ്പൊ ഞാൻ എടുത്തിട്ട് ശരി ഇതെന്താ പെട്ടെന്ന് പാടുന്ന എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് തുറന്ന് ഓഫ് ചെയ്യാനായിരുന്നു. അപ്പൊ നോക്കുമ്പോ ഗുരുവായൂരപ്പൻ നല്ല ശംഖുചക്രത്തിന്റെ ഫുൾ രൂപം അങ്ങനെ നിറഞ്ഞു കാണാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വായെടുത്തില്ല, കാണിച്ചു തന്നില്ല. ഞാൻ ഇത് പറയുമ്പോ ആ കുട്ടികൾക്ക് ചന്ദനത്തിന്റെ മണം അനുഭവം. അങ്ങനെയൊക്കെ അത് നല്ല ചന്ദനം.